ഡോക്ടർ എസ് എസ് ലാൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ എസ് എസ് ലാൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളതാണ് സജീവമായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 9 മരുന്നുകൾ എഴുതി, അതിൽ 8 ഇല്ല എന്നുള്ള വാർത്തയിലാണ് ഈ ഒരു വാർത്താ പരമ്പര തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് എഴുതിയത് ബ്രാൻഡ് നെയിമുകളായിരുന്നു എന്നും പിന്നീട് മറ്റൊരു ഡോക്ടർ ജനറിക് പേരുകൾ എഴുതിയതോടുകൂടി തന്നെ 9-ൽ 8 നൽകാനായി എന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം അക്കാര്യത്തിലുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ എസ് എസ് ലാൽ? നികേഷ്, വളരെ എളുപ്പമാണ് ഇത് കാര്യം മനസ്സിലാകണമെങ്കിൽ. ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ആശുപത്രിയിലോ രോഗിയാന്ന് പറഞ്ഞ് ചെന്ന് നോക്കുക. വളരെ എളുപ്പമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 2 മാസം മുമ്പ് അഡ്മിറ്റായ നിർധനരായ ഒരാൾ എന്നെ വിളിക്കുകയാണ്. അയാളുടെ കാലൊടിഞ്ഞു, അകത്ത് കമ്പിയിട്ട് അസ്ഥി ഉറപ്പിക്കാനായിട്ട് അയാൾക്ക് പുറത്തേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. 15,000 രൂപയാണ്. അയാളുടെ 10 രൂപ വഴിയിലില്ല. നിർധനരായ രോഗി വഴിയിൽ വണ്ടി ഇടിച്ചതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കരുത്. ഇത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഏത് മന്ത്രി ആയിരുന്നാലും നാട്ടിലെ ധർമാശുപത്രികളുടെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച സർക്കാർ ആശുപത്രിയിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 30 ലക്ഷം രൂപയും 20 ലക്ഷം രൂപയൊക്കെ പ്രൈവറ്റ് ആശുപത്രി ചെലവാക്കിയ രോഗികളെ എനിക്കറിയാം. ആ ആശുപത്രി ഇടപെട്ട് ബില്ല് ഉറപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അവരിൽ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞ ഈ 30 ലക്ഷം രൂപ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആശുപത്രി കൊടുക്കേണ്ടി വന്നു. സ്വകാര്യ ആശുപത്രികളിൽ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കൂട്ടിപ്പോവും. അപ്പൊ ഈ സാധാരണക്കാരന്, പാവപ്പെട്ടവന് ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രികൾ, ധർമാശുപത്രികളിൽ അവരുടെ ഡോക്ടർമാരൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്, പലയിടത്തും നഴ്സുമാരും ഉണ്ട്. പക്ഷെ മരുന്നുകളില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിത് സകല പരിപാടികൾ നിർത്തിവെച്ചിട്ട് അടിയന്തരമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? 1000 കോടിയാണ് കൊടുക്കാനുള്ളത് ഗവൺമെന്റ്. എല്ലാ ആശുപത്രികളിലും കൊടുത്തുകൊണ്ട് ഏജൻസികൾ ഈ സാധനങ്ങൾ കൊടുക്കുന്ന നിർത്തി. മരുന്ന് കൊടുക്കുന്നിടത്ത്, ഉപകരണങ്ങൾ കൊടുക്കുന്നിടത്തൊക്കെ പൈസ കൊടുക്കാനുണ്ട്. 1000 കോടി ഇപ്പൊ വീണ്ടും ഉണ്ട്. 200 കോടിയാണ് ഗവൺമെന്റ് അടുത്ത കാലത്ത് കൊടുത്തത്. അത് വളരെ കുറച്ച് സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു വിഷ്യ സർക്കിളാണ്. നമ്മള് ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവർ തിരിച്ചു വീണ്ടും ഈ സാധനം രോഗികൾക്ക് എത്തിക്കുന്നത്. അതിപ്പോ മുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇക്കാര്യം വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. പറയുന്നവരെ അറ്റാക്ക് ചെയ്യുന്ന കാരണം ഡോക്ടർമാര് ഭയന്നാണ് പുറത്ത് പറയാത്തത്. ഡോക്ടർമാരുടെ സംഘടനകളെ പോലും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം ആർക്കും പുറത്ത് പറയാം. ആരെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടപടിയെടുക്കുകയും ചെയ്യും, അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു സർക്കാർ ആശുപത്രി പോയി നോക്കുക. ഡോക്ടർ എസ് എസ് ലാൽ, അക്കാര്യത്തിലുള്ള വിശദീകരണം താങ്കൾക്ക് അക്കാര്യത്തിൽ സ്പെസിഫിക്കായി മറുപടി പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഓരോ ആശുപത്രികളിലും ആവശ്യമായ മരുന്ന് എത്രയാണോ കഴിഞ്ഞ വർഷം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു 30% വർധനവ് വരുത്തിയാണ് ഓരോ തവണയും മരുന്ന് വാങ്ങുന്നത്. ഇനി രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ തന്നെയും മറ്റാശുപത്രികളിൽ നിന്ന് കൊണ്ടുവരാനുള്ള ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു 2-3 ദിവസത്തിൻ്റെ കാലാവധി മാത്രമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മരുന്നിൻ്റെ ഉപയോഗത്തിന് കുറഞ്ഞ മരുന്ന് വാങ്ങൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്. അത് ശരിയാണോ? മന്ത്രിക്ക് പറയാൻ എളുപ്പമാണ്. മന്ത്രിക്ക് ആ പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ വെറുതെ മനുഷ്യരോട് ചോദിച്ചു നോക്കിയാൽ, സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ജനങ്ങളോട് ചോദിച്ചു നോക്കിയാൽ മതി. ഞാനീ പറയുന്നത് 30 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ചെലവാക്കേണ്ടി വരുന്ന സാധാരണക്കാരാണ്. സ്ട്രോക്ക് വന്നാലും സർക്കാർ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നിവൃത്തിയില്ല. ഈ ഒരു ഇപ്പോഴത്തെ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്. കുറെ നാളുകളായിട്ട് ആശുപത്രികളുടെ കാര്യത്തിൽ കെടുകാര്യസ്ഥത ഉണ്ട്. അത് വളരെ വ്യക്തമായ ചർച്ചകൾ, വിശദമായ ചർച്ചകളും വേണം. ഇതിനകത്ത് പറ്റിപ്പോകുന്നറിയാം. നമുക്ക് കുറെ വർഷങ്ങൾ, ഞാനിവ എന്നും ഉന്നയിക്കുന്നതാണ്. ഞാൻ ഒരുപാട് രാജ്യത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഈ ആരോഗ്യ മന്ത്രിമാർ അത് ഇന്നാരെന്നില്ല, അവരിത് ഒൺമാൻ ഷോ ആയിട്ട് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുകയാണ്, ഈ വകുപ്പിനെ. അങ്ങനല്ല വേണ്ടത്. എത്ര അഡീഷണൽ ഡയറക്ടർമാരെന്നോ അറിയാം കേരളത്തില്. നിങ്ങൾക്ക് ആരോഗ്യ ഡയറക്ടറുടെ പേര് പോലും ഈ നാട്ടിൽ ആർക്കും അറിയില്ല. ഇവർ വലിയ ടീമാണ്. ഇവർ നിഷ്പ്രഭരാക്കിയിരിക്കുന്നത് പ്രശ്നമുണ്ട്. ഈ മന്ത്രിമാരില്ലെങ്കിൽ പോലും ഗവർണർ ഭരണകാലത്ത് പോലും ആരോഗ്യവകുപ്പ് നന്നായിട്ട് നടക്കും. കാരണം ഒരു നല്ല ഡയറക്ടറാണ്, ഒരു ടീം ഓഫ് അഡീഷണൽ ഡയറക്ടറേറ്റ് കാണും. ഇവരാരും പരസ്യമായിട്ട് പറയാത്തതാണ്. ഇവരെല്ലാവരും നിഷ്പ്രഭരാക്കി. 2 വർഷം DHS ഇല്ലായിരുന്നു, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇല്ലായിരുന്നു. അടുത്ത കാലത്താണ് വന്ന ഒരാളെ കിട്ടിയത് തന്നെ. അപ്പൊ ഇത് തിരിച്ച് ആരോഗ്യവകുപ്പിനെ ഭരണം ഏൽപ്പിക്കണം. ഒരു മന്ത്രി ഇല്ലെങ്കിൽ പോലും നടന്നു പോകുന്ന അത്രയും സാങ്കേതിക വിദഗ്ധരുള്ള ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാര് അവരൊക്കെ 19 വയസ്സ് കഴിയുമ്പോൾ ഡയറക്ടർമാരാകുന്നു. അത്രയും അനുഭവ പരിചയം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ആളാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആകുന്നത്. അപ്പൊ ഇത്തരക്കാർ ഈ വലിയൊരു ടീമിനെ അവരെ സ്വതന്ത്രമായിട്ട് വിടണം. അവരെ പ്രവർത്തിക്കാൻ അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാം. ഇത് എല്ലാ മന്ത്രിമാരും ഒൺമാൻ ഷോ ആയിട്ട് കൊണ്ടുനടന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് പറയുമ്പോൾ പോലും
വിമർശനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 3 നിപ്പ ഉണ്ടാകുമ്പോൾ മന്ത്രി അവിടെയല്ല ഓടുന്നത്. ഇവിടെ ഇരുന്നിട്ട് കേന്ദ്രീകൃതമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മാനേജ്മെന്റ് ആണ് പരാജയപ്പെട്ടു പോകുന്നത്. അത് ഒരു ആശുപത്രി 2 ആശുപത്രിയുടെ കാര്യമില്ല, മൊത്തത്തിൽ പ്രശ്നമാണ്.